Today, first of all, we are going to discuss about buoyant force. What is buoyant force? It is the resultant upward thrust acting on a body immersed in a fluid. For totally immersed objects, the volume of the fluid displaced by the object is equal to its own volume. And according to Archimedes' principle, the buoyant force on a body which is immersed totally or partially in a fluid is equal to the weight of the liquid displaced by the body. നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരു ബോഡി ഫ്ലൂയിഡിൽ നമ്മൾ ഇമ്മേഴ്സ് ചെയ്താൽ, അതായത് മുങ്ങിക്കിടന്നാൽ ആ ബോഡി എത്രത്തോളം വെള്ളത്തെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു, ആ വെള്ളത്തിൻ്റെ വെയ്റ്റിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ബോയന്റ് ഫോഴ്സ് എന്നത്. ഡെൻസിറ്റിയെ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് കേസസ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്, ദ ഒബ്ജക്റ്റ് വിൽ സിങ്ക് ആസ് ദ വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് മോർ ദാൻ ദ അപ്വേർഡ് ത്രസ്റ്റ്. ബോഡി മുങ്ങിപ്പോകുന്നതും പൊങ്ങിക്കിടക്കുന്നതുമായിട്ടുള്ള രണ്ട് കേസസാണ്. ഡെൻസിറ്റി ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് മുങ്ങിക്കിടക്കുന്നു, അതായത് സിങ്ക് ചെയ്യുന്നു. ഇഫ് ദ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഫ്ലൂയിഡ്, ഇറ്റ് ഫ്ലോട്ട്സ് ഇൻ ദ ഫ്ലൂയിഡ് പാർഷ്യലി സബ്മേർജ്ഡ്. ഡെൻസിറ്റി കുറവാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫ്ലൂയിഡിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് fluid dynamics in detail. What is fluid dynamics? It is a study of the fluids in motion. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. 2 types ഓഫ് ഫ്ലോയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്: സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. വാട്ട് ഈസ് സ്ട്രീം ലൈൻ ഫ്ലോ? ദ ഫ്ലോ ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് സെറ്റ് ടു ബി സ്റ്റഡി ഇഫ് at any given point, the velocity of each passing fluid particle remains constant in time. But the velocities at different points may differ. Each particle follows the smooth path and path of the particles do not cross each other. Steady flow is achieved at low flow speeds. In this case, the path taken by a fluid particle under a steady flow is a streamline. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു ഫ്ലൂയിഡിൻ്റെ ഫ്ലോ സ്റ്റഡി ആണെന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഈച്ച് പാസിംഗ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഇൻ ടൈം ആണെങ്കിലാണ്. ഓരോ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ വെലോസിറ്റി ഡിഫറെൻ്റ് ആവാം. അങ്ങനെയുള്ളൊരു കേസിൽ ആ ഫ്ലൂയിഡിൻ്റെ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻ എന്ന് പറയുന്നു. ആ ഫ്ലോയെ നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നു. ദ പാത്ത് ടേക്കൺ ബൈ എ ഫ്ലൂയിഡ് അണ്ടർ എ സ്റ്റഡി ഫ്ലോ ഈസ് കോൾഡ് സ്ട്രീം ലൈൻ. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇത് ലോ ഫ്ലോ സ്പീഡിൽ മാത്രമാണ് അച്ചീവ് ചെയ്യുന്നത്. A streamline is a curve whose tangent at any point is in the direction of the fluid velocity at that point. നമുക്കിവിടെ ഫിഗറിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു കേവാണ്. അതിന് ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലൂയിഡ് വെലോസിറ്റി. അതിൻ്റെ ടാൻജൻറ്റ് ആ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി നമുക്ക് തരുന്നു. എ സ്റ്റഡി ഫ്ലോ ഈസ് ഓൾസോ കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ. നെക്സ്റ്റ് we are going to discuss about equation of continuity. ഇപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ദ ഫ്ലോ ഓഫ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഫോർ എ ഫ്ലോയിങ് ഫ്ലൂയിഡ് AV is equal to constant. Here A is the area of cross section and V is the speed of the fluid flow. ഇവിടെ എ വി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വോളിയം ഫ്ലക്സ് ഓർ ഫ്ലോ റേറ്റ് എന്നാണ്.
and it remains constant throughout the pipe of the flow. A ഇൻറ്റു വി, അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ വോളിയം ഫ്ലക്സ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് എന്നർത്ഥമാക്കുന്നു. അത് ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ കേസിൽ കോൺസ്റ്റൻ്റായി നിൽക്കുന്നു. ഇതാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദസ് അറ്റ് നാരോവർ പോർഷൻസ് where the streamlines are closely spaced, velocity increases. അതായത് ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി increases. And at wider portions, velocity decreases. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഡെറിവേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മളൊരു പൈപ്പിൻ്റെ പൈപ്പിൻ്റെ സെക്ഷനാണ് കാണുന്നത്. ഫിഗർ ഷോസ് ദ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. വേരിയിങ് ക്രോസ് സെക്ഷനുള്ള, അതായത് PQR എന്നിങ്ങനെ 3 സെക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. ദ നമ്പർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് ദ സർഫസസ് ഇൻഡിക്കേറ്റഡ് അറ്റ് P, R ആൻഡ് Q ഈസ് ദ സെയിം. ഓരോ പോയിൻറ്റ്സിലൂടെയും പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് സെയിം ആയിരിക്കും. കാരണം ഇൻകമിങ് തന്നെയായിരിക്കും ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾസും. അതുകൊണ്ട് കടന്നു വരുന്ന അതേ പാർട്ടിക്കിൾസ് തന്നെ ആ പൈപ്പിലൂടെ പുറത്തേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്പർ ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് ദ സർഫസസ് P എന്ന പോയിൻ്റ് ആയാലും R എന്ന പോയിൻ്റ് ആയാലും Q എന്ന പോയിൻ്റ് ആയാലും സെയിം തന്നെയായിരിക്കും. ഓരോ പോയിൻറ്റ്സിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ നമ്മൾ AP, AR, AQ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പീഡ് VP, VR, VQ. P എന്ന പോയിന്റിലുള്ള ദ മാസ് ഓഫ് ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് നമ്മൾ ഡെൽറ്റ MP എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയതുകൊണ്ട് ഇവിടെ വോളിയം നമ്മൾ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് എന്നൊരു ക്വാണ്ടിറ്റി ഇവിടെ തന്നിട്ടില്ലാത്തത് കൊണ്ട് ഡിസ്റ്റൻസിന് പകരമായി നമ്മൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് ഡിനോട്ട് ചെയ്യാണ്. സോ ഡിസ്റ്റൻസിന് പകരമായി VP ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ വോളിയം എന്നുള്ളത് AP, VP, ഡെൽറ്റ ടി. സോ മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് ഡെൽറ്റ MP ഇസ് ഈക്വൽ ടു റോ P, AP, VP, ഡെൽറ്റ ടി. Similarly, delta MQ is equal to rho Q, AQ, VQ, delta T. And delta MR is equal to rho R, AR, VR, delta T. We know that according to conservation of mass, the mass of the liquid flowing out equals the mass flowing in. So, we can write delta MP is equal to delta MR is equal to delta MQ. So equating the right sides, we can write rho Q, AQ, VQ, delta T is equal to rho R, AR, VR, delta T is equal to rho P, AP, VP, delta T. For flow of incompressible fluids, rho P is equal to rho R is equal to rho Q. കാരണം സെയിം ഫ്ലൂയിഡ് തന്നെയാണ് ഒഴുകുന്നത്. അപ്പോൾ ഡെൻസിറ്റി സെയിം ആയിരിക്കും. Therefore, we can write 3 കേസിലും റോയും ഡെൽറ്റ ടിയും സെയിം ആയിരിക്കും. So, we can write AP, VP is equal to AR, VR is equal to AQ, VQ. So, in general, we can write AB is a constant. This is the equation of continuity. Now, what is laminar flow? In this flow, the velocities at different points in the fluid may have different magnitudes, but their directions are parallel. ഇതിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. വെലോസിറ്റി ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആണെങ്കിലും അവരുടെ ഡയറക്ഷൻ പാരലൽ ആയിരിക്കും. ഫിഗറിൽ കാണുന്നത് പോലെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണെങ്കിലും ഡയറക്ഷൻ പാരലൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണെന്ന് കാണിക്കാനാണ് സ്പേസിങ് ഡിഫറെൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അവരൊക്കെ പാരലൽ ആയിട്ട് തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അത്തരം ഫ്ലോയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് ടർബുലൻറ്റ് ഫ്ലോ? ബിയോണ്ട് എ ലിമിറ്റിംഗ് വാല്യൂ. ഇപ്പോൾ നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ ആണ് എന്ന് കരുതുന്നുണ്ടെങ്കിലും ഒരു വാല്യൂ കഴിഞ്ഞാൽ, അതായത് ക്രിട്ടിക്കൽ സ്പീഡ് എന്നൊരു വാല്യൂ കഴിഞ്ഞാൽ ദ ഫ്ലോ ലോസസ് സ്റ്റെഡിനെസ് ആൻഡ് ബിക്കംസ് ടർബുലൻറ്റ്. അതിൻ്റെ സ്റ്റെഡിനെസ് ഒക്കെ പോയി അതാകെ കലങ്ങി മറിഞ്ഞ ഒരു അവസ്ഥയിലെത്തുന്നു. ദിസ് ഒക്കേഴ്സ് വെൻ എ ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീം എൻകൗണ്ടേഴ്സ് റോക്സ്. സ്മോൾ ഫോമി വേൾപൂൾ ലൈക്ക് റീജിയൻസ് കോൾഡ് വാട്ടർ റാപ്പിഡ്സ് ആർ ഫോംഡ്. ഇത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ കുത്തിമറിഞ്ഞ അല്ലെങ്കിൽ കലക്കി മറിഞ്ഞ വെള്ളം എന്നൊക്കെ പറയുന്നത്. In a turbulent flow, the velocity of the fluid at any point in space varies rapidly and randomly with time. ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ വെലോസിറ്റിയൊക്കെ റാപ്പിഡായിട്ടും റാൻഡമായിട്ടും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. Then what is critical velocity? The maximum velocity of a liquid up to which its flow is streamline is called critical velocity. Examples are the smoke rising from burning stock of wood. Oceanic currents are turbulent. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വുഡിൽ നിന്ന് വരുന്ന സ്മോക്ക് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്, അത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് ദ റിസൾട്ട് ഓഫ് അറ്റ്മോസ്ഫിറിക് ടർബുലൻസ്. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. The wakes in the water and in the air left by cars, aeroplanes and boats are also turbulent. ഒരു ഫ്ലോ ടർബുലൻ്റ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു നമ്പറാണ് റെയ്നോൾഡ്സ് നമ്പർ. ഇറ്റ് ഈസ് എ ഡയമെൻഷൻലെസ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ R ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ ഈറ്റ, വേർ റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, V is the flow of speed, D is the dimension of pipe, and eta is the viscosity of the fluid. This number is defined by Osborne-Reynolds. ഇതൊരു നമ്പറാണ്. ഇത്രയും ഫാക്ടേഴ്സിനെയാണ് റോ വി ഡി ഈറ്റ, ഇത്രയും ഫാക്ടേഴ്സിനെയാണിത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പറിൻ്റെ വാല്യൂ അനുസരിച്ച് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1000 ദ ഫ്ലോ ഈസ് ലാമിനാർ ഓർ സ്ട്രീം ലൈൻ. It is greater than 2000, the flow is turbulent. And if the Reynolds number is in between 1000 and 2000, the flow is unsteady. Reynolds number is useful in designing of ships, submarines, racing cars and aeroplanes. Reynolds number can also be written as, അതിൻ്റെ ഒരു ഡെഫിനേഷൻ്റെ ഒരു രീതിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. R ഈസ് ഈക്വൽ ടു റോ വി സ്ക്വയർ ബൈ ഈറ്റ വി ബൈ ഡി. അതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. സോ വി ക്യാൻ റൈറ്റ് റോ എ വി സ്ക്വയർ ബൈ റോ എ വി ബൈ ഡി. ദാറ്റ് മീൻസ് മുകളിലുള്ള ഫാക്ടറിനെ നമ്മൾ ഇനേർഷ്യൽ ഫോഴ്സ് എന്നും താഴെയുള്ളതിനെ ഫോഴ്സ് ഓഫ് വിസ്കോസിറ്റി എന്നും ഡിഫൈൻ ചെയ്യും. Thus, Reynolds number can be represented as the ratio of inertial force, mass into acceleration എന്ന രീതിയിലുള്ള force due to inertia to viscous force. അങ്ങനെയും നമുക്ക് റെയ്നോൾഡ്സ് നമ്പറിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ.